അപ്പൊ ഇതാണ് എൻ്റെ പള്ളി. പള്ളി എൻ്റെ പള്ളി 2 ദിവസത്തേക്ക്. കൈ പളപള തിളങ്ങുന്നത് കണ്ടോ? കണ്ടോ 2 ഉഴുന്നോടാ. ഞങ്ങളുടെ ട്രെയിനറ് കണ്ടോ? ആക്രാന്ത കണ്ടോ? അവിടെ നിന്നിട്ടാ വരുന്നത്. ആണ് ആമീ യൂട്യൂബ് ഇടും. ചേച്ചി എനിക്ക് വേണ്ടി ഇവിടെ കളിക്കാം. ഇല്ലില്ല വരുന്നോ? കണ്ടോ? നാളെ വരണേ ചേച്ചി. ആമിക്ക് ടാറ്റാ. നീ പിന്നെ കാണാം ആമി കുഞ്ഞിനെ. അപ്പൊ ഇതാണ് എൻ്റെ പള്ളി. പള്ളി എൻ്റെ പള്ളി 2 ദിവസത്തേക്ക്. ഇന്നും വന്ന് കുർബാന കൊണ്ടു. നാളെയല്ലേ കല്യാണം, കുർബാന ഉണ്ടാക്കാൻ ഓർത്തു. അങ്ങനെ രാവിലെ പള്ളി വന്നു, കുർബാന കൊണ്ടു. തിരിച്ചിനി കുഞ്ഞോളമ്മച്ചിയുടെ അടുത്തോട്ട് പോകുക. എന്തിന്? അപ്പായും അമ്മയും വരും ഇപ്പം കൊണ്ടുപോകാൻ വേണ്ടി. രണ്ടുപേരും വരുമോ? എന്തോ സാധനവും മേടിക്കാനുണ്ട്. നാളെയാണ് കല്യാണം. പിന്നെ എന്നാണ് പറയാനുള്ളത്? നാളെ അലീനയ്ക്ക് എക്സാം തുടങ്ങും, മോഡൽ എക്സാം. അതുകൊണ്ടില്ല എൻ്റെ കൂടെ കല്യാണത്തിന്. വിഷമമുണ്ട്. മോഡൽ എക്സാം അല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാനല്ലേ. അവിടെ നോക്കി. നാളെ ഏത് എക്സാമാ? മലയാളം, ഇംഗ്ലീഷ്. അത് കഴിഞ്ഞ് കെമിസ്ട്രിയും ബയോളജി. പള്ളിയിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ചേച്ചി ഇവിടെ സാരി തേച്ച് വെക്കുകയാണ്. നാളെ പള്ളിയിൽ ഉടുക്കുന്ന സാരി ഇത്. ഇതെന്തോ ചേച്ചി? അപ്പു ഹായ്. നാളത്തെ കല്യാണം കൂടാൻ അപ്പു ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആവുന്നുണ്ട്. എൻഗേജ്മെന്റ് നടന്ന സ്ഥലത്താണോ കല്യാണം? അല്ല, പിന്നെ ഇത് വേറെ സ്ഥലം. നല്ല സ്ഥലമായിരിക്കണം. ആണു 6 ഉണ്ട്. നമ്മളങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് കയറിയേക്കുകയാണ്. നെയിൽ എക്സ്റ്റൻഷൻ വെക്കാൻ പോവാം. എൻഗേജ്മെൻറ്റിന് വെച്ച് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി. കല്യാണത്തിനേക്ക് വേണ്ടി പുതിയത് ട്രൈ ചെയ്യാൻ പോവാ അല്ലേ ചേച്ചി? ഇത്ര നേരം എന്താ ചെയ്തേ? ഇത് നമ്മൾ ഫയൽ ചെയ്ത് ഇനി നമ്മൾ നെയിൽ നോക്കും അല്ലേ? ചേച്ചി എല്ലാ ടൂൾസുമായിട്ടാണ് ഈ വേക്ക് വന്നത്. നമുക്ക് തിരുവനന്തപുരത്ത് പോവാതെ അല്ലേ ചേച്ചി? നാളെ എന്നിട്ടൊരു അടിച്ചോളിയുണ്ട്. ഇനി ഗ്ലൂ വെച്ച് നെയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. സ്വന്തമായിട്ടൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉള്ളത് കൊണ്ട് നെയിൽ ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ് എല്ലാം ഉണ്ട് എന്റെ ചേച്ചി. അപ്പൊ നമ്മള് 2 കോട്ട് നെയിൽ പോളിഷ് അടിച്ച് അതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതെന്റെ ഈ ഒരു സാധനത്തിന്റെ അകത്ത് വെച്ച് ഒരു ഗിൽറ്റ് അടിക്കാം. അയ്യോ, അത് പോണി വീണു. അല്ല മതിയല്ലേ, പോണി വീണു. അത് ഗ്ലിറ്റർ. ഇടി ചേച്ചി, എന്റെ കയ്യെ തേച്ചിട്ട് എന്നെ കൂട്ടാതിരുന്ന് കഴിക്കുന്നോ?
അജജാ അയ്യാ എടുത്തു മൊത്തം വരെ എടുത്തു എല്ലാം കപ്പ എടുക്കുക എല്ലാം കപ്പ അയ്യോ ആങ്ങളെ എന്തുവാണ് കഴിക്കുന്നേ ആ എന്താ രാവിലെ പഴികുഞ്ഞായിരുന്നല്ലോ കപ്പ കഴിക്ക ആരും പറഞ്ഞില്ലേ ആരും പറഞ്ഞു കൊടുത്തതുമല്ല നല്ല പഴുത്ത ഏത്തക്ക കഴിക്കുന്നത് പ്രായം പിന്നെ ഇത് മതിയോ വേണ്ട കഴുകി കൊടുക്കാൻ പറ്റില്ല നെയ്യല്ലേ വേണ്ട മതി ഇച്ചിരി പച്ചരിയും കൂടെ ഒന്ന് മിക്സിക്കകത്ത് ഒന്ന് ചതച്ചെടുക്കുക ഞാൻ കുളിപ്പിക്കുന്നൊന്നുമില്ല നീ തന്നെ കുളിച്ചോളാം ഞാൻ ചുമന്ന പരിപ്പുണ്ടോ ഹനുമ ചേച്ചിയെ കുളിപ്പിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. എല്ലാം നാച്ചുറൽ ആണ്, എല്ലാവർക്കും വീട്ടിലും ട്രൈ ചെയ്തതാണ്. കൈ പളപള തിളങ്ങുന്നത് കണ്ടോ? കൈ പളപള തിളങ്ങുന്നുണ്ട്. കൈ പളപള തിളങ്ങുന്ന കണ്ടോ? അല്ലാതെ ഇത് കഴുകാത്തോണ്ടല്ലപ്പാ വൃത്തിക്ക്. ഹനുമ ചേച്ചിയുടെ ലക്ഷ്യം കാലൂടെ പിടിപ്പിക്കണമെന്നാണ്. ആരും അറിയാതെ അവിടെ എന്തോ ചെയ്യുകയാ. എനിക്ക് ബൗൾ ബ്രഷ് എടുത്തോ.